ഹലോ നമസ്കാരം, രഞ്ജിത്ത്. അനുഭവങ്ങൾ പാളിച്ചകളിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് അഡ്വർടൈസിങ് ഏജൻസികളെ കുറിച്ചാണ്. ക്രിയേറ്റീവ് സൈഡിലൊക്കെ വർക്ക് ചെയ്യുന്ന അഡ്വർടൈസിങ് ഏജൻസികൾ കേരളത്തിലല്ല, ലോകത്തിലെ എല്ലായിടത്തും ഒരുപാടുണ്ട്. കാരണം കുറച്ച് ക്രിയേറ്റീവ് ആണെന്ന് തോന്നുന്ന എല്ലാവർക്കും വന്നു ചേരാൻ താല്പര്യമുള്ള ഒരു സ്ഥലമാണ് ഈ അഡ്വർടൈസിങ് ഏജൻസി എന്ന് പറയുന്നത്. അവർ കോപ്പി റൈറ്റേഴ്സായിട്ടും ക്രിയേറ്റീവ് ഡയറക്ടേഴ്സായിട്ടും പലതരത്തിലുമൊക്കെ അഡ്വർടൈസിങ് ഏജൻസീസുമായിട്ട് കണക്ട് ചെയ്ത് പ്രവർത്തിക്കാറുണ്ട്. പക്ഷേ അഡ്വർടൈസിങ് ഏജൻസികൾക്ക് മുന്നോട്ട് വരാൻ കുറച്ച് പാടാണ്. 1000-ലധികം അഡ്വർടൈസിങ് ഏജൻസീസൊക്കെ ഉണ്ടെങ്കിലും വളരെ കുറച്ച് ഏജൻസീസ് മാത്രമാണ് ഒരു ബ്രാൻഡഡ് എന്നുള്ള രീതിയിൽ നിലനിൽക്കുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? 5 പ്രധാനപ്പെട്ട പോയിന്റുകളാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. ഏറ്റവും ആദ്യത്തെ പോയിന്റ് പലപ്പോഴും അഡ്വർടൈസിങ് ഏജൻസീസ് ആസ്തെറ്റിക്സിൽ മാത്രം ഫോക്കസ് ചെയ്യുന്നവരാണ് പലപ്പോഴും യഥാർത്ഥ നീഡിൽ അല്ലെങ്കിൽ യഥാർത്ഥ ഫങ്ഷണാലിറ്റിയിൽ ആളുകൾ ഫോക്കസ് ചെയ്യുന്നില്ല. അപ്പോൾ ഏറ്റവും ആദ്യത്തെ പ്രശ്നം, ക്ലയൻറ്റിൻ്റെ ആക്ച്വൽ പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കാതെയാണ് പലപ്പോഴും അഡ്വർടൈസിങ് ഏജൻസികൾ ക്ലയൻറ്റിനെ സമീപിക്കുന്നത്. അപ്പോൾ അവർക്ക് നല്ല ഭംഗിയിലുള്ള ഒരു അഡ്വർടൈസ്മെൻറ്റ് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതിൽ നിന്ന് അപ്പുറത്തേക്ക് ആ ഒരു പെർട്ടിക്കുലർ അഡ്വർടൈസ്മെൻറ്റ് എന്തുമാത്രം റിസൾട്ട് അവർക്കുണ്ടാക്കി കൊടുക്കുന്നുണ്ട്, ആ റിസൾട്ടിൻ്റെ മെഷർ എത്രമാത്രമാണ് എന്നുള്ളതൊക്കെ ചെയ്യുന്ന ഏജൻസീസ് താരതമ്യേന കുറവാണ്. ആരും ചെയ്യുന്നില്ല എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ അതിൻ്റെ ഒരു റിസൾട്ട് ഓറിയൻറ്റേഷൻ എന്ന് പറയുന്നത് പലപ്പോഴും കുറവായതുകൊണ്ടാണ് ഏറ്റവും ആദ്യത്തെ പ്രശ്നം സംഭവിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഫങ്ഷണാലിറ്റിയിൽ ഫോക്കസ് ചെയ്യുന്നതിന് പകരം ആസ്തെറ്റിക്സിലാണ് പലപ്പോഴും ആളുകൾ ഫോക്കസ് ചെയ്യാറുള്ളത്. രണ്ടാമത്തെ പോയിന്റ് ഇവരുടെ മാർക്കറ്റിംഗ് സൈഡാണ്. ഈ അഡ്വർടൈസിങ് ഏജൻസീസ് മാർക്കറ്റിങ്ങിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നവരാണെങ്കിൽ പോലും അവരുടെ മാർക്കറ്റിങ്ങിൻ്റെ കാര്യത്തിൽ അവർ പലപ്പോഴും വലിയ പ്രശ്നത്തിലാണ്. കാരണം ഇവരെ എങ്ങനെ അഡ്വർടൈസ് ചെയ്യണം എന്നറിയില്ല. കാരണം അഡ്വർടൈസിങ്ങിലൂടെ അല്ല പലപ്പോഴും അഡ്വർടൈസിങ് ഏജൻസികൾ മാർക്കറ്റ് ചെയ്യപ്പെടേണ്ടത്, അത് കൊളാബറേഷനിലൂടെയാണ്. പലപ്പോഴും ജോയിൻറ്റ് വെഞ്ചറോ അല്ലെങ്കിൽ കൊളാബറേറ്റീവ് ആയിട്ടുള്ള ആക്ടിവിറ്റീസോ ഒക്കെ ചെയ്തുകൊണ്ടാണ് ആക്ച്വലി അഡ്വർടൈസിങ് ഏജൻസീസ് വളരെ സ്ട്രോങ് ആവേണ്ടത്. നെറ്റ്വർക്കിംഗ്, അതുപോലെ കൃത്യമായിട്ടുള്ള റെഫറൻസ്, 1-to-1 മാർക്കറ്റിംഗ്, കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ്, ഇത്തരം കാര്യങ്ങളിലൂടെ വളരെ കൃത്യമായി മാർക്കറ്റിലേക്ക് പെനട്രേറ്റ് ചെയ്യാൻ സാധിക്കണം. ചുരുക്കി പറഞ്ഞാൽ കേരളത്തിലുള്ള എല്ലാ ഓൺട്രപ്രണേഴ്സിൻ്റെ അടുത്തേക്കും ഒരു തവണയെങ്കിലും ഒന്ന് എത്തിച്ചേരാനെങ്കിലും കഴിയണം എല്ലാ അഡ്വർടൈസിങ് ഏജൻസീസിനും. മൂന്നാമത്തെ പോയിന്റ് ഈ രണ്ടാമത്തെ പോയിന്റുമായിട്ട് കണക്റ്റഡാണ്. അങ്ങനെ എത്തിച്ചേരാൻ സാധിച്ചാൽ നമുക്കൊരു വൗ ഫാക്ടർ ആദ്യം തന്നെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു പോർട്ട്ഫോളിയോ നമുക്കുണ്ടാവണം. ഈ പോർട്ട്ഫോളിയോ ചിലപ്പോൾ നമ്മൾ അതിനുവേണ്ടി മാത്രമായിട്ട് ക്രിയേറ്റ് ചെയ്യേണ്ടി വന്നേക്കാം. അപ്പോൾ അവിടെ ഒരു ക്രിയേറ്റിവിറ്റി ഉണ്ടാവണം. ക്രിയേറ്റിവിറ്റി വലിയൊരു ഘടകമാണ്. പലപ്പോഴും ക്രിയേറ്റിവിറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ ക്രിയേറ്റിവിറ്റി സംഭവമായിട്ടൊക്കെ തോന്നാമെങ്കിലും ആളുകളെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള, ഈ ഫങ്ഷണാലിറ്റിയുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള, ഈ റിസൾട്ട് ഓറിയൻറ്റേഷൻ അടക്കമുള്ള തരത്തിലുള്ള ഒരു ക്രിയേറ്റിവിറ്റി അതിനകത്ത് വരുമ്പോഴാണ് വാ എന്ന് പറയുന്നൊരു ഫീലിംഗ് നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കുന്നത്. അത്തരത്തിലുള്ള ഫീലിംഗ് ഉണ്ടാക്കാൻ പറ്റുന്ന ക്രിയേറ്റിവിറ്റി ഉള്ള ആളുകളെ നമുക്ക് എൻഗേജ് ചെയ്യാൻ പറ്റണം. ഇതുമായിട്ട് കണക്റ്റഡാണ് നാലാമത്തെ പോയിന്റ് എന്താ? ആളുകളാണ്. പ്രത്യേകിച്ചും ഇത്തരത്തിലുള്ള സർവീസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ബിസിനസ്സുകളിൽ ഏറ്റവും വലിയ പ്രശ്നം ഒരു ടീമിനെ മാനേജ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. കാരണം ടീമിലെ ഓരോരുത്തരും പ്രധാനമാണ്. പീപ്പിൾ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ബിസിനസ്സാണ്. ഓരോരുത്തരുടെ ക്രിയേറ്റിവിറ്റി പ്രധാനമാണ്. കോണ്ടൻറ്റ് എഴുതുന്ന ആൾ മോശമാണെങ്കിൽ, അല്ലെങ്കിൽ കോപ്പി എഴുതുന്ന ആൾ മോശമാണെങ്കിൽ പ്രശ്നമായി. നല്ലൊരു ഗ്രാഫിക് ഡിസൈനർ ഇല്ലെങ്കിൽ പ്രശ്നമായി. നല്ലൊരു വീഡിയോഗ്രാഫർ ഇല്ലെങ്കിൽ പ്രശ്നമായി. അപ്പോൾ ഏത് രംഗത്ത് ഒരു ചെറിയ പ്രശ്നം പറ്റിയാലും എൻറ്റയർ പ്രൊജക്റ്റിനെ അത് ബാധിക്കാൻ സാധ്യതയുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ടീമിനകത്തുള്ള ഓരോരുത്തരും ഈക്വലി മികച്ചതായിരിക്കണം. അത്തരത്തിലുള്ള ഒരു ടീമിനെ പാകപ്പെടുത്തിയെടുക്കുക എന്ന് പറയുന്നത് വളരെ ചലഞ്ചിങ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനകത്ത് പലരും ഇൻവെസ്റ്റ് ചെയ്യില്ല. അതിനകത്ത് ഫ്രീലാൻസേഴ്സിനെയൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കും. അങ്ങനെ വരുമ്പോൾ ടൈം മാനേജ്മെൻറ്റും പ്രൊജക്റ്റ് മാനേജ്മെൻറ്റും പ്രശ്നവും. കൃത്യമായിട്ടുള്ള സമയത്ത് പല സാധനങ്ങളും ഡെലിവർ ചെയ്യാൻ സാധിക്കില്ല. കമ്മിറ്റ്മെൻറ്റ് പാലിക്കാൻ സാധിക്കില്ല. അവിടെയൊക്കെ പ്രശ്നങ്ങളുണ്ടാവും. കമ്മിറ്റ്മെൻറ്റ് പാലിക്കാതെ വരുമ്പോൾ, കൃത്യമായ ക്വാളിറ്റി കിട്ടാതെ വരുമ്പോൾ, കൃത്യമായിട്ടുള്ള ഔട്ട് കൃത്യമായ സമയത്ത് കിട്ടാതെ വരുമ്പോൾ ഒക്കെ ക്ലയൻസുമായിട്ട് വലിയ പ്രശ്നങ്ങളുണ്ടാവും. ആൻഡ് ഫൈനലി ട്രെയിനിങ് ആണ്. പലപ്പോഴും ഈ അഡ്വർടൈസിങ് ഇൻഡസ്ട്രിയിലുള്ള ആളുകളൊന്നും കൂടുതലായി പഠിക്കുന്നത് വളരെ കുറവാണ്. അതായത് പുതിയ ട്രെൻഡുകളെക്കുറിച്ച്, ടെക്നോളജി ഓരോ നിമിഷവും മാറി വരിക, പുതിയ മീഡിയംസ് വരുന്നു, പുതിയ എക്യുപ്മെൻറ്റ്സ് വരുന്നു, പുതിയ രീതികൾ വരുന്നു, പുതിയ ടെക്നോളജിയിൽ തന്നെ ഇപ്പോൾ സോഷ്യൽ മീഡിയയൊക്കെ വരുമ്പോൾ തന്നെ സോഷ്യൽ മീഡിയയിലെ ട്രെൻഡുകളും വൈറലാവുന്ന പോസ്റ്റുകളുടെയും അൽഗോരിതംസും ഒക്കെ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ ഓരോ ദിവസവും എന്ന് പറയാൻ പറ്റില്ല, ഓരോ നിമിഷവും അപ്ഡേറ്റ് ചെയ്യേണ്ട അവസ്ഥയിലാണ് അഡ്വർടൈസിങ് ഇൻഡസ്ട്രിയിലുള്ള ആളുകൾ. ഈ അപ്ഡേഷനും കണ്ടിന്യൂസ് ലേണിങ്ങും ട്രെയിനിങ്ങും പലപ്പോഴും നടക്കാതെ പോകുന്നു. ഈ 5 ഫാക്ടേഴ്സ് വളരെ പ്രധാനമാണ്. ഈ 5 ഫാക്ടേഴ്സിനെ ആദ്യം ഒന്ന് അഡ്രസ്സ് ചെയ്ത് നോക്കൂ. അതിനുശേഷം നമുക്ക് ഇനിയും അഡ്രസ്സ് ചെയ്യാൻ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. തീർച്ചയായും ഈ ആദ്യത്തെ ഈ
5 ഫാക്ടേഴ്സിനെ നിങ്ങൾക്ക് അഡ്രസ്സ് ചെയ്യാൻ സാധിച്ചാൽ നിങ്ങളുടെ പ്രോഫിറ്റബിലിറ്റിയും നിങ്ങളുടെ ക്ലയൻറ്റ് കൺവേർഷൻ റേഷ്യോവും നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കും. ഇതിൽ വളരെ ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു അപ്രോച്ച് അല്ലെങ്കിൽ ഇതൊരു പ്രൊജക്റ്റായിട്ടും ഒക്കെ തന്നെ ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് വർക്കൗട്ട് ചെയ്യാവുന്നേ ഉള്ളൂ ജോയിൻ്റായിട്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഒരുപാട് പ്രൊജക്റ്റുകൾ നമ്മൾ ചെയ്യുന്നുണ്ട്. എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങളുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിൽ ഗൈഡൻസ് ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മുകളിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. താങ്ക് യു സോ മച്ച്.